രണ്ടാം ക്ലാസ്സിലെ എന്തെല്ലാം രോഗങ്ങൾ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ നിങ്ങൾക്ക് കാണാം. പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പാലിക്കുക എന്നാണ് ആ പോസ്റ്ററിൻ്റെ ഹെഡിങ് ആയിട്ട് കൊടുത്തത്. അതിനുശേഷം നമുക്ക് അതിൽ കുറച്ച് ചിത്രങ്ങൾ കാണാം. ആ ചിത്രങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. രോഗങ്ങൾ വരുന്ന സാഹചര്യങ്ങളെയാണ് ആ ചിത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ചിത്രത്തിൻ്റെ തൊട്ട് അടിയിൽ ഒരുപാട് രോഗങ്ങളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? നിങ്ങൾ വായിക്കുന്നുണ്ട്. ആ രോഗങ്ങളൊന്ന് വായിച്ച് നോക്കൂ. എത്ര രോഗങ്ങളുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ കണ്ടോ, ശുചിത്വമാണ് വീടിൻ്റെ ഐശ്വര്യം എന്ന് കൊടുത്തിട്ടുണ്ട്. ശുചിത്വമാണ് വീടിൻ്റെ ഐശ്വര്യം. ഏതൊക്കെ രോഗങ്ങളെ പറ്റിയാണ് പോസ്റ്ററിൽ പറയുന്നത്? നിങ്ങൾക്ക് ഏതെല്ലാം രോഗങ്ങളുടെ പേരറിയാം? അവിടെ നമുക്ക് ആ രോഗങ്ങളുടെ പേരുകൾ എഴുതണം. പോസ്റ്ററിൽ പറഞ്ഞത് രോഗങ്ങളുടെ പേരെഴുതാം. ഇനി രോഗങ്ങളുടെ പേരുകൾ ശ്രദ്ധിക്കാം. എല്ലാ രോഗങ്ങളും പകരുന്നവയാണോ? ചില രോഗങ്ങൾ പകരുന്നവയാണ്, ചിലത് പകരാത്തവയും. അവ ഏതൊക്കെയെന്ന് പട്ടികപ്പെടുത്തു. പകരുന്ന രോഗങ്ങൾ, പകരാത്ത രോഗങ്ങൾ. ഇനി നമുക്ക് ആ പട്ടികയിൽ ചേർക്കാം.
എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വരുൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേർക്കാഴ്ച. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ രോഗങ്ങളുടെ വ്യാപനവും കൂടുതലാണ്. അപ്പോൾ നമ്മൾ ജാഗരൂകരായി ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് നമ്മളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെയും കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജാഗ്രത പാലിക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. എന്നിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും. എന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ഹായ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. മഴക്കാലം കേരളത്തിലെത്താനായി. ഈ ഒരു സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് ഉണ്ടാകുന്ന ഒട്ടുമിക്ക രോഗങ്ങളും നമുക്ക് വരാതെ നോക്കാൻ പറ്റും, പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. സാധാരണമായി മഴക്കാലത്ത് മാത്രം കാണുന്ന 4 തരത്തിലുള്ള അസുഖങ്ങളും അത് വരാതിരിക്കാനുള്ള കാര്യത്തിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ മഴക്കാലത്ത് കണ്ടുവരുന്ന പനി, ചുമ, ജലദോഷം, ഇതും വൈറസ് കാരണമാണ് ഉണ്ടാകുന്നത്. കൊറോണ വൈറസ് അല്ല, റൈനോ വൈറസ്. ജലദോഷം തുടങ്ങുന്നത് ഏറ്റവും കൂടുതൽ റൈനോ വൈറസ് ആണ്. ജലദോഷം പരത്തുന്നതും റൈനോ വൈറസ് ആണ്. കോമൺ കോൾഡ് വൈറസ് എന്നാണ് ഇതിന് മറ്റൊരു പേര്. ചെറിയ കുട്ടികൾക്കാണ് അധികം തുടങ്ങാറ്. അധിക വീടുകളിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അമ്മമാരെല്ലാവരും പറയുന്നത് കുട്ടികളോട് പുറത്ത് മഴയത്ത് പോകണ്ട, മഴ നനഞ്ഞിട്ടാണ് ജലദോഷം വരുന്നത് എന്നുള്ളത്. കുറച്ചൊക്കെ അതിൽ കാര്യമുണ്ട്. ആദ്യത്തെ മഴയിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേകതരം സ്മെല്ല്, അത് മണ്ണിൽ നിന്നും വരുന്ന ചില ബാക്ടീരിയാസ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ബാക്ടീരിയ കാരണം ആ സമയത്ത് നമ്മൾ പുറത്ത് ഔട്ട്ഡോർ ആണെന്നുണ്ടെങ്കിൽ ആ ബാക്ടീരിയ കാരണമുള്ള ഇൻഫെക്ഷൻ ഉണ്ടാവാം. പക്ഷെ അതിലും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വൈറസുകളാണ്. കൂടുതൽ ആൾക്കാർ തിങ്ങി പാർത്ത് നിൽക്കുന്ന സ്ഥലം, ഇപ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് ആവട്ടെ, ഒരു വീടിൻ്റെ ഉള്ളിലാവട്ടെ, ഒരു ഓഫീസ് ബിൽഡിംഗ് ആവട്ടെ, ഇത്തരം സ്ഥലത്ത് ഒരു റൈനോ വൈറസ് കോമൺ കോൾഡ് ഉള്ള ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പടരാനുള്ള സാധ്യത ഇതാണ് ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ. ഒരു കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ അത് മറ്റു കുട്ടികൾക്കും അല്ലെങ്കിൽ ആ വീട്ടിലുള്ള മറ്റു ആൾക്കാർക്കും ഈ ഇത്തരം കോമൺ കോൾഡ് വൈറസ് പടരാനും, അത് കൂടുതൽ കാലം നീണ്ടു നിന്ന് കഴിഞ്ഞാൽ പനിയും ചുമയും ഇൻഫെക്ഷനൊക്കെ ആയി മാറാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ കുറേ ദിവസം നീണ്ടു നിൽക്കുന്ന ലക്ഷണങ്ങൾ, പനി, ചുമ, ജലദോഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ COVID-19 ആണോ എന്ന് നമ്മൾ സംശയിക്കും. COVID-19 നിന്നും ഇത്തരം അസുഖങ്ങളെ തിരിച്ചറിയാൻ കൊറോണ വൈറസിനെ പറ്റി ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോസ് എന്തായാലും കാണുക. ഇപ്പോൾ കോമൺ കോൾഡ് വൈറസ് ബാധിക്കാതിരിക്കാൻ കൂടുതലും നിങ്ങൾ കൈകളുടെ ശുചിത്വമാണ് ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് കുട്ടികളത്. ഇപ്പം കൊറോണ വൈറസ് വന്നതിന് ശേഷം നമ്മളുടെ അതൊരു ശീലമായി മാറിയിട്ടുണ്ട്. കൈ കഴുകുന്ന ഈ ഒരു ശീലം കാരണം മാത്രം ഇപ്രാവശ്യം നമുക്ക് കോമൺ കോൾഡ് വൈറസ് ഉണ്ടാവാനുള്ള സാഹചര്യം, അത് കാരണം ഉണ്ടാവാനുള്ള പനി, ജലദോഷമൊക്കെ ഉണ്ടാവാനുള്ള സാഹചര്യം കുറവായിരിക്കും. രണ്ടാമത്തെ തരം അസുഖങ്ങൾ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് കൊതുക് പരത്തുന്ന അസുഖങ്ങളാണ്. ഡെങ്കിപ്പനി, മലേറിയ, ചിക്കുൻ ഗുനിയ, ഫൈലേരിയസിസ്, ഇത്തരം എല്ലാ അസുഖങ്ങളും പടർത്തുന്നത് കൊതുകുകളാണ്. അപ്പം കൊതുകുകളെ എങ്ങനെ നശിപ്പിക്കണം, ഡെങ്കിപ്പനി എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണം, ഇതിനെ പറ്റിയിട്ടെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ തീർച്ചയായിട്ടും കാണണം. ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കുറച്ച് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, മെയിനായിട്ട് കൊതുകടി കിട്ടാതെ ശ്രദ്ധിക്കുക, മോസ്കിറ്റോ നെറ്റ്സ് ഉപയോഗിക്കുക, നിങ്ങളുടെ വീടും വീടിൻ്റെ പരിസരവും വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്നുള്ള രീതിയിൽ ശുചിത്വ പ്രവർത്തനങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യുക. മൂന്നാമത്തെ തരം അസുഖങ്ങൾ ജലജന്യ രോഗങ്ങളാണ്. അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ്, കോളറ, ഇത്തരം അസുഖങ്ങളെല്ലാം പടരുന്നത് വെള്ളത്തിലൂടെയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ്. ഇത്തരം അസുഖങ്ങൾ വരാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, വെള്ളം തിളപ്പിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. നിങ്ങളുടെ വീട്ടിൽ വെള്ളത്തിൻ്റെ സോഴ്സ്, അത് കിണറാവട്ടെ, പൈപ്പ് ലൈൻ ആവട്ടെ, എന്ത് വെള്ളമാണെന്നുണ്ടെങ്കിലും തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. പുറത്ത് കടകളിൽ നിന്നും ജ്യൂസ്, അത്തരം പാനീയങ്ങളൊന്നും വാങ്ങി കുടിക്കാതിരിക്കുക. അവരെന്ത് തരം വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇത്തരം പാനീയങ്ങൾ ഉണ്ടാക്കുന്നതെന്നുള്ള നമുക്കൊരു ഗ്യാരണ്ടിയുമില്ല. നമ്മൾ വെറുതെ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല.
പുറത്തു നിന്നും ഭക്ഷണം കഴിക്കുമ്പോൾ വൃത്തിയുള്ള ഒരു സ്ഥലം ചൂസ് ചെയ്യുക. വൃത്തി ഉണ്ടോയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നതാണ്. ഭക്ഷണം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് അതേ സമയം തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക, അതേ ദിവസം തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് റെഫ്രിജറേറ്റ് ചെയ്യണം, ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ചൂടാക്കി തന്നെ ഉപയോഗിക്കുക. ഏറ്റവും നല്ലത് അതാത് ദിവസം തന്നെ പാകം ചെയ്ത ഭക്ഷണം കഴിക്കുന്നത് തന്നെയാണ്. നാലാമത്തെ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന സ്കിൻ പ്രോബ്ലംസ് ആണ്. അത് ചൊറിച്ചിലാവാം, വട്ടച്ചൊറിയാവാം. ഇതെല്ലാം മഴക്കാലത്ത് സാധാരണ രീതിയിൽ കണ്ടുവരുന്ന പ്രശ്നങ്ങളാണ്. ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് കെട്ടി നിൽക്കുന്ന വെള്ളത്തിലും ചെളിയിലും എല്ലാം ചവിട്ടി നടക്കുന്ന ആൾക്കാരിലാണ്, കാലിലാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അത് ഫംഗൽ ഇൻഫെക്ഷൻ ആവാം, അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാം. അപ്പോൾ ഇത്തരം സ്കിൻ പ്രോബ്ലംസ് വരാതിരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിഗത ശുചിത്വം നല്ല രീതിയിൽ തന്നെ നിലനിർത്തുക. എവിടെ പുറത്തുപോയി തിരിച്ചു വന്നു കഴിഞ്ഞാലും വീട്ടിൽ നിന്നും കാലും കൈയും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകണം. പ്രത്യേകിച്ച് ചളിയിലെല്ലാം ചവിട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കാല് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകണം. വെള്ളം കാലിൻ്റെ വിരലിൻ്റെ ഇടയ്ക്കെല്ലാം കെട്ടി നിൽക്കുന്ന വെള്ളം തുടച്ചു മാറ്റണം. കാല് ഉണക്കി സൂക്ഷിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഫംഗൽ ഇൻഫെക്ഷൻസ് കാലിൽ വരുന്ന ആൾക്കാർ പ്രത്യേകിച്ചും ഈർപ്പം നനവും അവിടെ ഉണ്ടാവുന്നില്ല എന്നുള്ള രീതിയിൽ ഉണക്കി തന്നെ സൂക്ഷിക്കണം. കൈ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുന്നത് നമ്മളെ പഠിപ്പിച്ചത് കൊറോണ വൈറസ് ആണ്. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നമുക്ക് ജലജന്യ രോഗങ്ങളും സ്കിൻ പ്രോബ്ലംസും ഉണ്ടാവുന്നത് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ ഒരിക്കലും നിർത്തരുത്, ഇത് കണ്ടിന്യൂ ചെയ്യുക. ഇപ്രാവശ്യം മഴക്കാലത്ത് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള 4 തരം അസുഖങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിച്ചത്. അത് വരാതിരിക്കാനുള്ള ചില ടിപ്സും പറഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണുന്നതാണ്. ഞാൻ ഡോക്ടർ പ്രസൂൺ. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വരുൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേർക്കാഴ്ച. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ, എല്ലാവരും കണ്ടല്ലോ മഴ. തുള്ളിക്കുരുവടം കണക്കെ പെയ്യുകയായിരുന്നു മഴ. പക്ഷേ ഇപ്പോഴൊന്ന് തോന്നിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ വെളിയിലിറങ്ങി ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയുടെ കണ്ടൻറ്റിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ രോഗങ്ങളുടെ വ്യാപനത്തിനും ഒട്ടും പിന്നിലല്ല നമ്മുടെ കേരളം. അതായത് നമ്മുടെ ഓരോ വീട്ടിലും ഒരു കുഞ്ഞിനെങ്കിലും ആരോഗ്യ സംബന്ധമായ അസുഖങ്ങൾ പിടിപെടുന്നുണ്ട്. അപ്പോൾ അത് തടയാൻ നമ്മളെ കൊണ്ടേ പറ്റൂ, മറ്റാരെയും കൊണ്ടും പറ്റില്ല. നമ്മൾ വേണം അത് ശ്രദ്ധിക്കാൻ. അപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുക. വെള്ളം കെട്ടി നിൽക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ ഒഴുക്കി കളയുക. അല്ലെങ്കിൽ അവിടെ കൊതുക് മുട്ടയിട്ട് പെരുകും. പിന്നെ ഡെങ്കി മുതലായ അസുഖങ്ങൾ നമ്മളെ ബാധിക്കും. പിന്നെ പുറത്തുനിന്ന് കഴിവതും ആഹാരമല്ല വെള്ളം ഒന്നും കുടിക്കാതിരിക്കുക. വെള്ളത്തിലൂടെ ആയിരിക്കുമല്ലോ കൂടുതലും നമുക്ക് അസുഖങ്ങൾ പടരുന്നത്. പിന്നെ കുടിക്കുന്നെങ്കിൽ അത് ചൂടുള്ള ഭക്ഷണം മാത്രം നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക. തണുത്ത ഒന്നും കഴിക്കാതിരിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കുടുംബമാണ് നമ്മുടെ സമ്പത്ത്. അതിനെ കൈവിട്ട് കളയാതിരിക്കുക. അതിന് നമ്മൾ കുറച്ച് ശ്രദ്ധ പുലർത്തുക. എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിൽ സന്ദർശിക്കുക. അതിന് എന്താണോ കാര്യം എന്ന് വെച്ചാൽ അതിനുള്ള റെമഡി, അതായത് മരുന്ന് വാങ്ങിക്കുക. റെസ്റ്റ് എടുക്കേണ്ട അസുഖങ്ങളാണെങ്കിൽ റെസ്റ്റ് എടുത്ത് തന്നെ മാറ്റുക. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ ചെറിയ വീഡിയോ കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.
എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു കണ്ടൻറ്റുമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ ഫ്രം വരുൺ സമൻ ഫ്രം നേർക്കാഴ്ച.